പ്രൈസ് ദി ലോർഡ്. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. അവന് 900 ഇരുമ്പ് രഥമുണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ മക്കളെ 20 സംവത്സരം കഠിനമായി ഞെരുക്കിയതുകൊണ്ട് ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. 20 വർഷം കൊണ്ട് ഇരുമ്പ് രഥമുള്ള സീസര ഇസ്രായേൽ ജനത്തെ പീഡനത്തിലൂടെ കടത്തിവിടുകയാണ്. അതിൻ്റെ നടുവിൽ ഇതാ ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിക്കുന്നു. തൽഫലമായി സർവശക്തനായ കർത്താവിൻ്റെ പദ്ധതി പ്രകാരം ഒരു ദെബോരയെയും ഒരു ബാരാക്കിനെയും ഇതാ അതിലുപരിയായി ഒരു യായേലിനെയും എഴുന്നേൽപ്പിച്ച് എന്നേക്കുമായി 20 വർഷത്തെ ഇസ്രായേലിയ ജനത്തിൻ്റെ പീഡനങ്ങൾക്ക് നടുവിൽ ഇതാ എന്നേക്കുമായ ഒരു വിടുതൽ സർവശക്തനായ കർത്താവ് അക്ഷരികമായ തലത്തിൽ ആമെ ചെയ്തു കൊടുത്തുവെങ്കിൽ പ്രിയരെ, അനവധി വർഷങ്ങൾ ആമെ ജീവിതത്തിൽ മറ്റു പലവിധമായ പ്രശ്നങ്ങളിലൂടെ ഞെരുക്കങ്ങൾ അനുഭവിക്കുമ്പോൾ, ഒരുപക്ഷെ സാമ്പത്തികമായി രോഗത്തിൻ്റെ കഠിനമായ അവസ്ഥകളിലൂടെ ആമേൻ ഒരു തരത്തിലും ഉയർന്ന് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത അനവധി മാനസികമായ ശാരീരികമായ ഞെരുക്കങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ വചനത്തിലൂടെ കർത്താവ് പറയുക, ഏതൊക്കെ നിലകളിൽ ആയുധധാരികളായ ശത്രുവും ആമേൻ പല വിധത്തിൽ ഞെരുക്കങ്ങൾ കൊണ്ടുവിടുമ്പോൾ ഇതാ ഇസ്രായേലി ജനത്തിന് വേണ്ട തലത്തിൽ വിടുതൽ കർത്താവ് കൽപ്പിച്ചു കൊടുത്തുവെങ്കിൽ പ്രിയരെ, നിങ്ങൾ അനുഭവിക്കുന്ന ശാരീരിക മാനസിക ആത്മീക ഞെരുക്കങ്ങൾക്ക് നടുവിൽ ആമേൻ സർവശക്തനായ കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായി പ്രവർത്തിക്കും. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. അതെ, സർവശക്തനായ കർത്താവിൻ്റെ വലിയ സംരക്ഷണത്തിൻ്റെ നടുവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കും. ഈ ദിവസങ്ങളിൽ അനുഭവിക്കുന്ന സകല ഞെരുക്കങ്ങളെയും മാറ്റിക്കൊണ്ട് കർത്താവ് വലിയൊരു വിശാലതയുടെ അനുഭവത്തിലേക്ക് ആമേൻ നിങ്ങളെ കൊണ്ടുപോകും. നിശ്ചയമായി ആമേൻ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യും. ഏതൊക്കെ തലത്തിലുള്ള വിഷയങ്ങളാണ്, ഏതൊക്കെ രൂപഭാവത്തിലാണ് പ്രശ്നങ്ങൾ മുൻപിൽ കടന്നു വരുന്നത്, അതിന്റെ നടുവിൽ കർത്താവ് നിങ്ങളെ വാസ്തവമായി വിടുവിക്കുക തന്നെ ചെയ്യും. കർത്താവിൽ വിശ്വസിച്ച് മുൻപോട്ട് പോകുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നൽകും. ദേശത്തു പാർത്ത് വിശ്വസ്തത ആചരിക്കുക. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.